നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻറ്റ്സ് സെക്ഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ഒരു നോർമൽ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഷെയ്ക്ക് ഇല്ലാണ്ട് എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ഫോട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോൺ ഷെയ്ക്കായിട്ട് ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ് വരാറുണ്ട്. അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ആൻറ്റിബ്ലർ ക്യാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിബ്ലർ ക്യാം എന്ന് പറഞ്ഞ ക്യാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ ആ ഫോൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ 5 ഫോട്ടോ ഒരേ സമയം എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അത് സേവ് ചെയ്യുന്നു. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഒന്ന് മൂവിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ഷട്ടർ സ്പീഡ് നല്ല കൂടുതലില്ലാത്ത ഫോണിലെല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പിന്നെ കിറ്റ്കാറ്റ് വേർഷനിലൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല, വർക്കായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക വർക്കാവോ ഇല്ലയോ എന്നുള്ളത്. വളരെ നല്ല ആപ്ലിക്കേഷനാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ഇമേജ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടും. വളരെ നല്ല ആപ്ലിക്കേഷനാണ്. അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ എങ്ങനെ ഷെയ്ക്ക് ഇല്ലാണ്ടാക്കാം. എൻ്റെ വീഡിയോസ്, സിനിമാറ്റിക് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ഇങ്ങനെ ഷെയ്ക്ക് ഇല്ലാതെ വരുന്നതെന്നുള്ളത്. ആക്ച്വലി അത് എൻ്റെ ഫോണിൽ തന്നെയുള്ളൊരു ഫീച്ചറാണ്. എൻ്റെ ഫോണിൽ സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസ് ആയി പോവും. അപ്പോൾ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ ഫോണിൻ്റെ അകത്തുള്ളത് നമ്മുടെ കണ്ടോ വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ അവിടെ കിടപ്പുണ്ട്. അത് ഇപ്പോൾ ഓഫാണ്. ഞാനിപ്പോൾ ഒന്ന് മാനുവലായിട്ടൊന്ന് ഓഫാക്കാൻ പോവാണ്. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയതിന് ശേഷം ഒരു വീഡിയോ എടുക്കാം, എന്നിട്ട് അതിനെ എങ്ങനെ ഷെയ്ക്ക് മാറ്റാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാണ്. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഒരു ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ അറിയാം. കണ്ടോ അത്യാവശ്യം നല്ല ഷേക്കൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം, എൻ്റെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കമ്പാരിസൺ അറിയാൻ പറ്റും. കണ്ടോ ഈ വീഡിയോ എടുത്തുണ്ട്. നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട്, ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട്. ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം അതിനകത്ത് വരും. അതെടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ടൊരു ബട്ടണുണ്ട്, ഷെയർ ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടോ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ആ സ്റ്റെബിലൈസ് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയും വീഡിയോയുടെ ലെങ്ത്തും പോലെ സമയം എടുക്കും അത് സ്റ്റെബിലൈസ് ആവാനായിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാനൊരു ചാനൽ ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. iPhone 10 ആണ് ഗിവ് അവേ. അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റിന് എത്ര ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റിനാണ് സമ്മാനം. അപ്പോൾ ഞാൻ അതിനകത്തൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി എന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് എൻ്റെ കമൻറ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനത് മിക്കവാറും ഗിവ് അവേ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് iPhone 10 ഗിവ് അവേ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചാൽ മതി. വീഡിയോ കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ നല്ല അത്യാവശ്യം സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. താങ്ക് യു.